റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KV അബ്ദുൽ ലത്തീഫ് മൗലവി. പരിശുദ്ധ റമളാന്റെ പരിപാവനമായ മഹനീയമായ സുദിനങ്ങളിലൂടെ കടന്നുപോവുകയാണ്. മുസ്ലിം ലോകം മുഴുവൻ ആളുകളും ഉപവാസവും ഉപാസനയുമായി ജീവിതത്തെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മനുഷ്യജീവിതം പ്രാപിക്കേണ്ട വിശുദ്ധിയുടെ പാരമ്യതയിലേക്കുള്ള ചവിട്ടുപടിയാണ് വ്രതം. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ അമ്പരപ്പ് കൂടാതെ നേടുവാൻ വ്രതം മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. മനുഷ്യൻ്റെ ചുവടുകൾ പിഴച്ചു പോകാതിരിക്കാൻ കരുണാമയനായ രക്ഷിതാവ് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ദിവ്യ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. ആ ദിവ്യ സന്ദേശത്തിന് തുടക്കം കുറിച്ച മാസമാണ് പരിശുദ്ധ റമളാൻ. മനുഷ്യൻ ഭൂമിയിൽ ഭൂജാതനായപ്പോൾ ആ സാംസ്കാരിക പാത തുറന്നുകൊടുത്തു. ഈ പ്രപഞ്ചത്തിലെ അത്യുന്നതനും സർവ്വഗുണ സമ്പൂർണനും മനുഷ്യനായിരിക്കുവാൻ വേണ്ടി ലോകഗുരുവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊടുത്ത മാസം പരിശുദ്ധ റമളാനായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 185 സൂക്തത്തിൽ പറയുന്നു, ഷഹ്റു റമളാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. സൂറത്തുൽ ബഖറയിലെ 185 ആയത്താണ് ഇവിടെ ഞാൻ ഉദ്ധരിച്ചത്. ഇതിൻ്റെ അർത്ഥം, റമളാൻ അതത്രേ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. ജനങ്ങൾക്ക് മാർഗദർശനത്തിനും സത്യാസത്യ വിഭജനത്തിനുമുള്ള വ്യക്തമായ പരാമർശങ്ങളായിക്കൊണ്ടും അതിനാൽ നിങ്ങൾ ഈ മാസത്തിൽ ജീവിച്ചിരിപ്പുള്ളവർ നോമ്പ് നോക്കേണ്ടതാണ്. സങ്കീർണവും അത്യധികം ദുഷ്കരവും ഇരുൾമുറ്റിയതുമായ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് എന്നേക്കുമായി മോചനം ലഭിക്കുവാനും സത്യവും അസത്യവും പകൽ വെളിച്ചം പോലെ വേർതിരിച്ചറിയുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന വേദഗ്രന്ഥത്തിൻ്റെ അവതരണത്തിന് നന്ദി കാണിക്കുവാൻ വേണ്ടിയാണ് ഈ മാസത്തിൻ്റെ പകലുകളിൽ നോമ്പനുഷ്ഠിക്കുവാൻ അള്ളാഹു നിർബന്ധമാക്കിയത്. മനുഷ്യരെ ത്യാഗബോധവും വിശുദ്ധിയും ആത്മീയ ചിന്തയും സഹാനുഭൂതിയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ മതങ്ങളിലും വ്രതം അനുശാസിക്കപ്പെട്ടിട്ടുണ്ട്. പല പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ള നോമ്പിൻ്റെ രീതിയും സ്വഭാവവും അളവും ദൈർഘ്യവും വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രം. നോമ്പിൻ്റെ പ്രതിഫലം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ മുഴുവൻ നിബന്ധനകളും പാലിക്കപ്പെടും വിധം ഒറ്റ നോമ്പെടുത്താൽ തന്നെ വലിയ സൗഭാഗ്യവാനാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദ അല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിന്നാർ 70 ഖരീഫൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുക്കുകയാണെങ്കിൽ ആ ദിവസത്തിൻ്റെ പുണ്യം കാരണം അവനിൽ നിന്ന് നരകത്തെ 70 വർഷത്തേക്ക് ദൂരം അകറ്റപ്പെടുന്നതാണ്. വ്രതം കൊണ്ട് സ്വർഗപ്രവേശത്തിന് പുറമെ ജഗന്നിയന്താവായ അള്ളാഹുവിനെ മുഖാമുഖം കാണുവാനുള്ള ഭാഗ്യവും നോമ്പുകാരൻ്റെ പ്രത്യേകതയാണ്. ആ ഭാഗ്യം ലഭിക്കണമെങ്കിൽ പകലന്തിയോളം പട്ടിണി കിടന്നാൽ മാത്രം പോരാ. കണ്ണും കാതും കരളും നാവും നിയന്ത്രിച്ച് ആത്മസംസ്കരണം നേടൽ അനിവാര്യമാണ്. റമളാനിൽ നേടുന്ന ആത്മസംസ്കരണവും സൂക്ഷ്മതാബോധവും ശേഷിക്കുന്ന നാളുകളെ വിശുദ്ധിയോടെ നയിക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ വ്രതം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. പരിശുദ്ധ റമളാൻ നോമ്പനുഷ്ഠിക്കുമ്പോൾ അത്താഴം കഴിക്കുക എന്നൊരു സവിശേഷമായ ആരാധന ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. തസഹറു ഫൈൻ നഫിസ് സുഹൂരി ബറക്കത്തുൻ. അർത്ഥം, നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴം കഴിക്കുന്നവർ ബർക്കത്തുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യുജിജു ലിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി ലുക്കുമത്തുൻ ഔ ലുക്കുമത്താനി. ഒരു വിശ്വാസിക്ക് മുതുകിന് നേരനിർത്താൻ വേണ്ടി 1-2 പിടി ഭക്ഷണം കഴിക്കാവൂ. നോമ്പനുഷ്ഠിക്കുന്നത് സൂക്ഷ്മതാബോധം വളർത്തുവാനാണ്. ആത്യന്തികമായ ലക്ഷ്യം തഖ്വയാണ്, സൂക്ഷ്മതാബോധമാണ്. സൂക്ഷ്മതാബോധം ഒരാളിൽ ഉണ്ടാകണമെങ്കിൽ പകലന്തിയോളം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ. കളവ്, വിശ്വാസവഞ്ചന, ചതി, അസഭ്യം പറയൽ, പരദൂഷണം എന്നീ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണം. വ്രതത്തിൻ്റെ മനുഷ്യൻ പ്രാപിക്കേണ്ട വിശുദ്ധിയുടെ ലക്ഷ്യം സഫലമാകുന്ന നോമ്പനുഷ്ഠിക്കാൻ ജഗന്നിയന്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് KV അബ്ദുൽ ലത്തീഫ് മൗലവി.